നമസ്കാരം. 2026 വിഷു പ്രത്യേക നക്ഷത്ര ഫലങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എന്താണ് നൽകുന്നത് എന്നതാണ്. ജ്യോതിഷ ചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. മേടക്കൂറിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ സാധാരണയായി കലാപരമായ ചിന്തയുള്ളവരും ഭംഗിയുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും. 2026 വിഷു മുതൽ 2027 വിഷു വരെ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാമെന്നത് നമുക്ക് വിശദമായി നോക്കാം. ഗ്രഹസ്ഥിതിയും പൊതുഫലവും. മേടം രാശിയിൽ ഉൾപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർക്കും ഇപ്പോൾ 7.5 ശനി ആരംഭിച്ചിരിക്കുന്ന സമയമാണ്. ശനിയുടെ സ്വാധീനം കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്പം വൈകിപ്പോകലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രന്റെ അനുഗ്രഹം കാരണം ജീവിതത്തിലെ സുഖസൗകര്യങ്ങളിൽ വലിയ കുറവുകൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം പല സാഹചര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നതായി കാണാം. അതുകൊണ്ട് എടുത്തുചോട്ടം ഒഴിവാക്കി ആലോചിച്ച് ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോയാൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. തൊഴിൽ, സാമ്പത്തികം. തൊഴിൽ രംഗത്ത് ഭരണി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ആവശ്യമായ ഒരു വർഷമാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എത്ര നന്നായി ജോലി ചെയ്താലും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. എങ്കിലും നിരാശപ്പെടേണ്ടതില്ല. സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കലാരംഗം, ഡിസൈനിംഗ്, മീഡിയ, IT മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ലഭിക്കാം. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖാമൂലം കാര്യങ്ങൾ ഉറപ്പാക്കുന്നത് വളരെ നല്ലതാണ്. ഈ വർഷം വീട്ടിൽ നവീകരണം ചെയ്യുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ചില വലിയ ചിലവുകൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വരവും ചിലവും ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുക. കുടുംബം, പ്രണയം, വിവാഹം. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാം. സംസാരത്തിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു ചെറിയ തമാശ പോലും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഇടയാക്കാം. പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ചെറിയ യാത്രകൾ പോകാനും ഈ വർഷം അവസരങ്ങൾ ലഭിച്ചേക്കാം. വിവാഹപ്രായമെത്തിയ ഭരണി നക്ഷത്രക്കാർക്ക് നല്ല വിവാഹാലോചനകൾ വന്നെത്തുന്ന സമയമാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് തങ്ങളുടെ ഇഷ്ടം വീട്ടുകാരെ അറിയിച്ച് അവരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ ഈ വർഷം സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിൽ അല്പം ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അലസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലുള്ള ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ കണ്ണലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കുകയും കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണക്രമവും ശീലമാക്കുകയും ചെയ്യുക. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പരിഹാരങ്ങൾ. 7.5 ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ കൂടുതൽ അനുകൂലത നേടാനും ചില ലളിത ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നക്ഷത്രാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരഞ്ജനം വഴിപാട് നടത്തുന്നതും നല്ലതാണ്. സാധിക്കുന്ന അവസരങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനസഹായം നൽകുന്നത് വലിയൊരു പുണ്യമായി കരുതപ്പെടുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അല്പം ക്ഷമയും വിവേകവും പുലർത്തി മുന്നോട്ടു പോയാൽ ഈ വിഷുവർഷം ഭരണി നക്ഷത്രക്കാർക്ക് നല്ല നേട്ടങ്ങൾ നേടാൻ സാധിക്കും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 വിഷുവർഷം എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശദമായി നോക്കാം. അതുകൊണ്ട് ആ വീഡിയോ നഷ്ടപ്പെടാതിരിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ നക്ഷത്രം കമന്റിൽ എഴുതുകയും ചെയ്യൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വീണ്ടും അടുത്ത